1960കളുടെ അവസാനത്തോടെ ബംഗാളിലെ നക്സൽ ബാരിയിലും ആന്ധ്രാപ്രദേശിലെ തെലങ്കാനയിലും സായുധ വിപ്ലവങ്ങൾ അരങ്ങേറി. നക്സലൈറ്റ് എന്നും മാവോയിസ്റ്റ് എന്നും അറിയപ്പെടുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അതിവേഗം ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും സ്വാധീനമുണ്ടാക്കി. ആയിരത്തി 1950കളിൽ തന്നെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഇന്ത്യയിലെ വിപ്ലവം എങ്ങനെ നടത്തണം എന്നതിൻ്റെ ഭാഗമായി സൈദ്ധാന്തിക തർക്കങ്ങളുണ്ടായിരുന്നു. പാർട്ടിക്കകത്തെ വലതുപക്ഷ വ്യതിയാനവും തീവ്ര ഇടതുപക്ഷ എടുത്തുചാട്ടവും തമ്മിലുള്ള ഈ തർക്കം 1960 ആവുമ്പോഴേക്കും രൂക്ഷമായി. അതിൻ്റെ ഫലമായി 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്ന് CPIM എന്ന പുതിയ പാർട്ടി രൂപം കൊണ്ടു. പാർട്ടിയിലെ വലതുപക്ഷ വ്യതിയാനത്തിനെതിരായ പോരാട്ടം എന്ന നിലക്കാണ് CPIM രൂപീകരിച്ചത്. 1967 തെരഞ്ഞെടുപ്പിൽ പുതിയ പാർട്ടിയായ CPM കേരളത്തിലും ബംഗാളിലും വലിയ മുന്നേറ്റങ്ങളുണ്ടാക്കി. കേരളത്തിൽ EMSൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണി അധികാരത്തിൽ വന്നു. ബംഗ്ലാ കോൺഗ്രസുമായി ചേർന്ന് ഇടതുപക്ഷ മുന്നണി ബംഗാളിലും അധികാരത്തിൽ വന്നു. ബംഗ്ലാ കോൺഗ്രസ് നേതാവ് അജോയ് മുഖർജി മുഖ്യമന്ത്രിയാവുകയും CPIM നേതാവ് ജ്യോതി ബസു ഉപമുഖ്യമന്ത്രിയാവുകയും ചെയ്തു. പാർട്ടി അധികാരത്തിൽ വന്നതോടെ അണികളിൽ വലിയ പ്രതീക്ഷകളുണ്ടായി. അതിനിടയ്ക്ക് 1967 ഒരു വസന്തകാലത്ത് പശ്ചിമ ബംഗാളിൻ്റെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമായ നക്സൽ ബാരിയിൽ ഒരു ഭൂമി തർക്കം പൊട്ടിപ്പുറപ്പെട്ടു. നക്സൽ ബാരി ഗ്രാമത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ ആധിപത്യം പുലർത്തിയിരുന്നത് തേയിലത്തോട്ടങ്ങളായിരുന്നു. അവയിൽ പലതും ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുള്ള കമ്പനികളുടേതാണ്. തോട്ടം തൊഴിലാളികൾക്ക് സ്വന്തമായി ഭൂമി വേണമെന്നും ഭൂപ്രഭുക്കന്മാരുടെ ചൂഷണത്തിൽ നിന്നും ആശ്വാസം വേണമെന്നും അവിടെയുള്ള സാധാരണപ്പെട്ട തോട്ടം തൊഴിലാളികൾ ആഗ്രഹിച്ചു. നക്സൽ ബാരിയിലെ ദരിദ്ര ഗ്രാമീണർ CPMനോട് അനുഭാവമുള്ള ഒരു കർഷക സമിതി സംഘടിപ്പിച്ചു. വിപ്ലവകാരി ചാരു മജുംദാറും കനു സന്യാലുമായിരുന്നു സമിതിയുടെ നേതാക്കൾ. അവർ ഭൂപ്രഭുക്കന്മാർക്കെതിരെ പ്രകടനങ്ങളുടെ ഒരു പരമ്പര തന്നെ സംഘടിപ്പിച്ചു. അത് കൂടുതൽ ഹിംസാത്മകമായി. അത് ജന്മിമാരുടെ തലയെടുക്കുന്നതിലേക്ക് ചെന്നെത്തി. തടയാൻ വന്ന പോലീസുമായി ഏറ്റുമുട്ടലിലേക്ക് പോയി. തങ്ങളുടെ പാർട്ടിയാണ് അധികാരത്തിൽ എന്നതിനാൽ ഈ ജന്മിമാർക്കെതിരെയുള്ള പോരാട്ടം നടത്താൻ ഞങ്ങൾക്ക് അധികാരമുണ്ട് എന്ന തോന്നലായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതേസമയം നിയമം കയ്യിലെടുക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് പാർട്ടിയും സർക്കാരും ക്രമസമാധാനത്തിൻ്റെ പക്ഷം പിടിച്ചു. ഇതവരെ ഞെട്ടിച്ചു. പാർട്ടിയെ എതിർത്ത് അവർ വീണ്ടും സായുധ കലാപങ്ങൾ അയച്ചുവിട്ടു. പാർട്ടി അവരെ പുറത്താക്കി. ഇതോടെ 1969 ചാരു മജുംദാറിൻ്റെ നേതൃത്വത്തിൽ ഇവർ CPIML എന്ന മാവോയിസ്റ്റ് നക്സലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു. അക്രമങ്ങൾ വീണ്ടും രൂക്ഷമായി. സർക്കാർ 1500ഓളം പോലീസുകാരെ അവിടെ വിന്യസിച്ചു. ഇതോടെ പോലീസും വിപ്ലവകാരികളും തമ്മിൽ രൂക്ഷമായ ഏറ്റുമുട്ടൽ നടന്നു. നേതാക്കളിൽ പലരും ജയിലിലായി. വിപ്ലവകാരികൾക്ക് കീഴടങ്ങേണ്ടിയും വന്നു. നക്സൽ ബാരി വിപ്ലവത്തിൻ്റെ അതേ കാലത്തു തന്നെ ആന്ധ്രാപ്രദേശിലും മാവോയിസ്റ്റുകൾ എന്നറിയപ്പെടുന്ന മറ്റൊരു സംഘം നക്സൽ മോഡലിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇതും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോയി. ഏതായാലും ഈ വിപ്ലവ പ്രവർത്തനങ്ങൾ വളരെ വേഗം ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ചില സ്വാധീനങ്ങളുണ്ടാക്കി. എന്നാൽ നക്സലൈറ്റ് പ്രസ്ഥാനത്തിൻ്റെ തുടക്കകാലം മുതൽ തന്നെ വിവിധങ്ങളായ പിളർപ്പുകൾക്ക് അത് സാക്ഷ്യം വഹിച്ചു. ഇന്ത്യയിൽ ഇന്ന് എണ്ണിയാൽ ഒതുങ്ങാത്തത്രയും നക്സൽ ഗ്രൂപ്പുകൾ വിവിധ ഭാഗങ്ങളിലായി വിവിധ രാഷ്ട്രീയ പരിപാടികളോടെ നിലനിൽക്കുന്നുണ്ട്. നക്സലൈറ്റ് മൂവ്മെൻറ്റുകളുടെ പ്രത്യയശാസ്ത്രപരമായ വൈരുദ്ധ്യങ്ങളെയും ശക്തിയില്ലായ്മയെയും തന്നെയാണ് ഈ പിളർപ്പുകൾ സൂചിപ്പിക്കുന്നത്. നക്സൽ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി മുഖ്യധാര കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായ CPIMന് ചില പ്രദേശങ്ങളിൽ വലിയ വില നൽകേണ്ടി വന്നു. അങ്ങനെ വില നൽകേണ്ടി വന്ന ഒരിടമായിരുന്നു ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിൽ CPIMൽ നിന്ന് വലിയ രീതിയിലുള്ള കൊഴിഞ്ഞുപോക്കുണ്ടായി. കേരളവും ബംഗാളും കഴിഞ്ഞാൽ CPMന് ഏറ്റവും വലിയ സ്വാധീനമുണ്ടായിരുന്ന പ്രദേശമായിരുന്നു ആന്ധ്രാപ്രദേശ്. എന്നാൽ ഈ നക്സൽ ഗ്രൂപ്പുകളുടെ പ്രവർത്തനം കാരണമുണ്ടായ കൊഴിഞ്ഞുപോക്ക് ആന്ധ്രാപ്രദേശിൽ CPIMന് വലിയ തിരിച്ചടിയായി. കേരളത്തിലും നക്സൽ ബാരിയിൽ നിന്നുള്ള കാറ്റ് വീശി. എങ്കിലും അത് CPM എന്ന പാർട്ടിക്ക് വലിയ തിരിച്ചടികളൊന്നും ഉണ്ടാക്കിയില്ല.
കേരളത്തിലെ CPM MLA ആയ കോസല രാമദാസും വിദ്യാർത്ഥി പ്രസ്ഥാനമായ KSFൻ്റെ പ്രസിഡൻ്റായിരുന്ന ഫിലിപ്പ് M പ്രസാദും മറ്റു കുറച്ച് പ്രാദേശിക പ്രവർത്തകരും മാത്രമാണ് CPM വിട്ടുപോയത്. എന്നാൽ കേരളത്തിൻ്റെ പലയിടത്തും നക്സലൈറ്റുകളെന്നും മാവോയിസ്റ്റുകളെന്നും അറിയപ്പെട്ട സംഘങ്ങൾ സായുധ അക്രമങ്ങൾ നടത്തി. ഗ്രാമങ്ങൾ നഗരങ്ങളെ വളയുമെന്ന കാൽപ്പനിക സ്വപ്നങ്ങൾ കണ്ട ഈ നക്സലൈറ്റുകളും പോലീസും തമ്മിൽ പല പ്രദേശങ്ങളിലും ഏറ്റുമുട്ടി. പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചും ജന്മിമാരുടെ തലയറുത്തും പോരാട്ടം പുരോഗമിച്ചതോടെ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമായി. 1968 നവംബറിൽ തലശ്ശേരിയിലും വയനാട്ടിലെ പുൽപ്പള്ളിയിലും പോലീസ് സ്റ്റേഷനുകൾ ആക്രമിച്ചു. അജിത, അമ്മ മന്ദാകിനി, അച്ഛൻ കുന്നിക്കൽ നാരായണൻ, വർഗീസ്, ഫിലിപ്പ് M പ്രസാദ് തുടങ്ങിയവരൊക്കെയായിരുന്നു നേതാക്കൾ. പോലീസുമായി പലയിടത്തും രൂക്ഷമായ പ്രശ്നങ്ങളുണ്ടായി. പലരെയും പോലീസ് പിടിച്ച് വേട്ടയാടി. 1970 ഫെബ്രുവരി 18 വർഗീസിനെ പോലീസ് പിടികൂടി വെടിവെച്ച് കൊന്നു കാട്ടിലുപേക്ഷിച്ചു. ഇത്രയൊക്കെയായിരുന്നു കേരളത്തിലുണ്ടായ നക്സലൈറ്റ് പ്രവർത്തനങ്ങൾ. ഇനി എന്താണ് നക്സലൈറ്റുകളുടെ അടിസ്ഥാന രൂപീകരണ ആശയമായ മാവോയിസം എന്ന് നോക്കാം. എന്താണ് മാവോയിസം? എന്താണ് മാവോയിസം എന്ന് പറയുന്നതിന് മുമ്പ് എന്താണ് മാർക്സിസവും ലെനിനിസവും എന്ന അടിസ്ഥാന തത്വമെന്ന് നാം മനസ്സിലാക്കണം. ലോകത്തെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റുകളുടെ, വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ, തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളുടെ അടിസ്ഥാനമെന്നത് മാർക്സിസം ലെനിനിസം എന്ന ആശയമാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 1917 റഷ്യയിൽ നടന്ന തൊഴിലാളി വർഗ വിപ്ലവമാണ് ലോകത്തെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് വിപ്ലവങ്ങളുടെ വഴികാട്ടിയായി നിൽക്കുന്നത്. ലെനിൻ്റെ നേതൃത്വത്തിൽ 1917 റഷ്യയിൽ നടന്ന തൊഴിലാളി വർഗ വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കീഴിൽ തൊഴിലാളി വർഗത്തിൻ്റെ നേതൃത്വത്തിൽ കർഷകരെ കൂടി സംഘടിപ്പിച്ചുകൊണ്ട് നടത്തിയ വിപ്ലവ പ്രവർത്തനമായിരുന്നു. ഇതാണ് പിന്നീട് ഇങ്ങോട്ടുള്ള എല്ലാ തൊഴിലാളി വർഗ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെയും വഴികാട്ടിയായി മാറിയത്. അതേസമയത്ത് തന്നെ ഓരോ രാജ്യത്തിൻ്റെയും വസ്തുനിഷ്ഠമായ സാഹചര്യത്തിനനുസരിച്ചായിരിക്കും ആ രാജ്യത്തിൻ്റെ വിപ്ലവ പ്രവർത്തനത്തെയും വിപ്ലവ പാതയെയും തിരഞ്ഞെടുക്കേണ്ടത് എന്ന കാര്യത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും സംശയമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഓരോ രാജ്യത്തെയും വസ്തുനിഷ്ഠ സാഹചര്യത്തിനനുസരിച്ചാണ് അതാത് രാജ്യത്ത് വിപ്ലവ പരിപാടിയും വിപ്ലവ പാതയും തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചൈനയിലെ വസ്തുനിഷ്ഠമായ സാഹചര്യത്തോട് പ്രതികരിച്ചുകൊണ്ട് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായ മാവോ സേതുങ് മുന്നോട്ട് വെച്ച പരിപാടി എന്ന അർത്ഥത്തിലായിരുന്നു മാവോയിസം എന്ന് ഇപ്പോൾ വിളിക്കപ്പെടുന്ന ചൈനയിലെ വിപ്ലവ പരിപാടി മുന്നോട്ട് പോയത്. യഥാർത്ഥത്തിൽ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ലോകത്തുള്ള മറ്റു പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോ ഒരിക്കൽ പോലും ചൈനയിലെ വിപ്ലവത്തെ മാവോയിസം എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട വസ്തുത. സ്റ്റാലിൻ്റെ മരണശേഷം വലതുപക്ഷ വ്യതിയാനത്തിന് വിധേയമായ സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരിഹാസരൂപേണ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകളെ വിശേഷിപ്പിച്ച ഒരു പദമായിരുന്നു മാവോയിസം. അന്താരാഷ്ട്ര വലതുപക്ഷ മാധ്യമങ്ങളും ഇത് ഏറ്റെടുക്കുകയായിരുന്നു. മാവോയിസം എന്നത് ഒരിക്കൽ പോലും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉപയോഗിക്കുന്നേയില്ല എന്ന് മാത്രമല്ല, മറിച്ച് അവർ എല്ലാ പാർട്ടി കോൺഗ്രസ്സുകളിലും ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ വഴികാട്ടിയായി പ്രവർത്തിക്കുന്നത് മാർക്സിസവും ലെനിനിസവും മാവോ ചിന്തയുമാണ് എന്നാണ്. എന്താണ് മാവോ ചിന്ത എന്ന് അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ചൈനീസ് വിപ്ലവത്തിൻ്റെ 30ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അസന്നിഗ്ധമായി പറഞ്ഞു, മാവോ ചിന്ത എന്നത് ഒരു സാർവദേശീയ വിപ്ലവ തത്വമല്ല, മറിച്ച് ചൈനയിലെ വസ്തുനിഷ്ഠമായ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ ചൈനയിൽ നടപ്പാക്കിയ വിപ്ലവതന്ത്രം മാത്രമാണ്. എന്തായിരുന്നു ചൈനയിലെ സവിശേഷ സാഹചര്യം? നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്ന്, ചൈനയിൽ ആ ഘട്ടത്തിൽ, വിപ്ലവഘട്ടത്തിൽ, ഒരു കൃത്യമായ ജനാധിപത്യ പാർലമെൻ്ററി സംവിധാനമോ ജുഡീഷ്യൽ സിസ്റ്റമോ അവിടെ ഉണ്ടായിരുന്നില്ല. 2, ചൈനയെ പിടിച്ചെടുക്കാൻ വേണ്ടി അന്ന് സാമ്രാജ്യത്വ പ്രവർത്തനങ്ങൾ ശക്തമായിരുന്നു. മറ്റൊന്ന്, മൂന്നാമത്തെ കാര്യം, ചൈനയിൽ തൊഴിലാളി വർഗം എന്നത് വിവിധ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന വളരെ ചെറിയ വിഭാഗം മാത്രമായിരുന്നു. കർഷകരായിരുന്ന അടിസ്ഥാന വിഭാഗമായി പ്രധാനമായി ഉണ്ടായിരുന്നത്. ഫ്യൂഡൽ പ്രഭുക്കന്മാർ ഈ കർഷകരെ വലിയ രീതിയിൽ ചൂഷണം ചെയ്യുകയാണ് ഉണ്ടായത്. ഈ വസ്തുനിഷ്ഠമായ സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ടാണ് മാവോ ചിന്ത എന്ന രീതിയിൽ മാർക്സിസം ലെനിനിസത്തെ അടിസ്ഥാനമാക്കി അവിടെ വിപ്ലവ പ്രവർത്തനത്തിന് ഒരു കൃത്യമായ പരിപാടിക്ക് രൂപം കൊടുക്കാൻ മാവോ തയ്യാറായി.
തയ്യാറായത്. അത് തന്നെയാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിജയത്തിനും കാരണമായത്. എന്നാൽ ഇന്ത്യയിലെ വസ്തുനിഷ്ഠമായ സാഹചര്യം തികച്ചും വ്യത്യസ്തമായിരുന്നു. ഇന്ത്യയിലെ ദീർഘകാലത്തെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഭാഗമായി പാർലമെൻ്ററി ജനാധിപത്യ രീതി ഇന്ത്യക്കാർക്ക് പരിചയമായിരുന്നു. അതോടൊപ്പം ഇന്ത്യയിലെ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ദേശീയ പ്രസ്ഥാനത്തിന് ഇന്ത്യയിലെ ഭൂരിഭാഗം ജനങ്ങളുടെയും ജൈവിക പിന്തുണയുമുണ്ടായിരുന്നു. അതോടൊപ്പം ഇന്ത്യയിലെ വർഗ ചൂഷണം എന്നത് ജാതി വ്യവസ്ഥയുടെ ഭാഗവുമായിരുന്നു. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടെല്ലാം തന്നെ ഇന്ത്യയിലെ സവിശേഷ സാഹചര്യം പാർലമെൻ്ററി ജനാധിപത്യ രീതിക്ക് വിധേയപ്പെട്ടുള്ളതായിരുന്നു. അതുകൊണ്ടാണ് മുഖ്യധാര കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളായ CPIയും CPMും പാർലമെൻ്ററി സിസ്റ്റത്തെ ഉപയോഗിച്ച് ജനങ്ങൾക്ക് വേണ്ടി പരമാവധി പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. അതേസമയം തന്നെ ഈ ബൂർഷ പാർലമെൻ്ററി വ്യവസ്ഥയുടെ പൊള്ളത്തരങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കുകയും ചെയ്യുക എന്നത് ഇന്ത്യയിലെ മുഖ്യധാര കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ പരിപാടിയിൽപ്പെടുന്നു. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുകയും അവരിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുകയും അവർക്ക് നേതൃത്വം നൽകുകയും അവരുടെ വർഗ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുകയും അങ്ങനെ വിപ്ലവ പ്രസ്ഥാനത്തെ വളർത്തുകയും ചെയ്യുക എന്നതാണ് മുഖ്യധാര കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിൽ ചെയ്യാൻ തീരുമാനിച്ചത്. നക്സലൈറ്റ് മാവോയിസ്റ്റ് മോഡൽ വിപ്ലവ പ്രവർത്തനങ്ങൾ ഇന്ത്യൻ സാഹചര്യത്തിൽ പരാജയമായി പോകാനുള്ള കാരണവും ഈ ഇന്ത്യൻ സാമൂഹ്യ പരിസരങ്ങളാണ്. ഇത് തിരിച്ചറിയാതെ പോയതാണ് ആ പ്രസ്ഥാനങ്ങൾക്ക്, നക്സലൈറ്റ് പ്രസ്ഥാനങ്ങൾക്ക് വലിയ രീതിയിൽ പരാജയം ഉണ്ടാവാനുള്ള കാരണമായത്.